എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അൽഹംദുലില്ലാ ആ പുണ്യകാലം നമ്മളിലേക്ക് കടന്നു വരികയാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ ജന്മദിനം നമ്മളിലേക്ക് കടന്നു വരുന്നു. ഒന്നുകിൽ നാളെ ഞായറാഴ്ച രാത്രി പിറ കണ്ടാൽ, ഒന്നുകിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആ പരിശുദ്ധമായ റബീഉ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷവും ഓരോ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും നബിതങ്ങളുടെ ജന്മദിനം കടന്നു വരാറുണ്ട്. പക്ഷെ ആ ജന്മദിനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വരുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വലിന് വല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ വർഷവും റബീഉൽ അവ്വൽ മാസം നമ്മളെ തേടി വരുമ്പോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന് വല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. ഈ റബീഉൽ അവ്വലിന്റെ പ്രത്യേകത എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കഷ്ടമായ മുത്തുനബി ജനിച്ചിട്ട് 1500 വർഷമാണ് തികയാൻ പോകുന്നത്. 1500ാമത്തെ നബിദിനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ഒന്ന് ചിന്തിച്ചു നോക്ക്. 1500 കൊല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമുക്ക് സ്വീകരിക്കുവാനും ആ റബീഉൽ അവ്വൽ നബിതങ്ങളോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുവാനുമുള്ള ഒരവസരം അള്ളാഹു നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. അപ്പൊ 1500ാമത്തെ നബിദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചില ബാധ്യതകളും ചില കടമകളും നമുക്കുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ വല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകനെ അനുസ്മരിക്കുകയും ആ പ്രവാചകന്റെ മദ്ഹുകൾ പറയുകയും ആ പ്രവാചകന്റെ ജീവിതം ലോകത്തോട് വിളിച്ചു പറയുക എന്ന് പറയുന്ന വലിയ ഒരു കടമ, ഒരു വലിയ ബാധ്യത നമുക്കുണ്ട്. ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് വിളിച്ചു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി ഇന്നും ഒരാൾക്കും മറുപടി പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുവാൻ, ആ പ്രവാചകന്റെ ചരിത്രങ്ങളെ കുറിച്ചും അവിടുത്തെ മദ്ഹുകളെ കുറിച്ചും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടെ നമുക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം ഒരുപാട് മാറിപ്പോയി. ഇന്ന് നമ്മൾ എല്ലാവരും പറയുന്നത് ലോകം മാറിയെന്ന, ജനങ്ങൾ മാറിപ്പോയി, കാലം മാറിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം എത്ര മാറിപ്പോയാലും 6ാം നൂറ്റാണ്ടിൽ നിന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ന് ജനങ്ങൾ വന്നു നിൽക്കുമ്പോൾ, 6ാം നൂറ്റാണ്ടിൽ നിന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ജനങ്ങൾ മുഴുവനും വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്ത് ഒരു മാറ്റവുമില്ലാതെ ഇന്നും നെഞ്ചുപിരിച്ച് നിൽക്കുന്ന ഒരേ ഒരു കാര്യം, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആ പരിശുദ്ധമായ ദീന. ഈ 1500ാമത്തെ നബിദിനം കടന്നു വരുമ്പോൾ നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, ആ മുത്തുനബി കൊണ്ടുവന്ന ആദർശം, ആ മുത്തുനബി കൊണ്ടുവന്ന ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾക്ക് ഒരു പുള്ളി വ്യത്യാസം പോലുമില്ലാതെ ഇന്നും അത് ലോകത്തെങ്ങനെ നിലനിൽക്കുകയാ. ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. അത് ലോകത്ത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാൾ വരെ കടന്നുപോയാലും അതിന് യാതൊരു മാറ്റവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി തൂണായി പടർന്നു വന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിനൊരു മാറ്റവുമില്ലാതെ ഖിയാമത്ത് നാൾ വരെ ആ ഖുർആൻ ഇങ്ങനെ നിലനിൽക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ അത് ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാൻ കഴിയണം. പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ദീനിന്റെ ആദർശം എന്താ? ഒരു മുസ്ലിമിന്റെ ജീവിതം എന്താ? ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം, അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് നബിതങ്ങൾ
നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ പഠിപ്പിച്ചു തന്ന രീതിയിലാണ്. നബിതങ്ങൾ പഠിപ്പിക്കാത്തതൊന്നുമില്ല. ഒരു രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത്, ഒരു നാട് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ഒരു പള്ളി എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, ഒരു ഭവനം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാജാധികാരം മുതൽ കേവലം ഒരു മനുഷ്യന് ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഏത് കാല് വെച്ച് കയറണം, ഇതുപോലെ കടന്നു വരുമ്പോ പച്ച തോരണം കെട്ടലും കൊടികെട്ടലും അതാ മൗലിദ് പാരായണം നടത്തലും വഅദ് വെക്കലും മാത്രമല്ല. ആ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകന്റെ ആദർശം എന്താണ്? പടച്ചവനെ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മൾ അല്ലാഹുവിനെ മറന്നുപോയടോ. എന്തുകൊണ്ടാണ്? ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, മുസ്ലിമിനെ ബഹുമാനിച്ചിരുന്ന, മുസ്ലിമിനെ ആദരിച്ചിരുന്ന, സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്നെല്ലാം മാറിയല്ലോ, ഇന്നെല്ലാം മാറിയല്ലോ. മുസ്ലിമിന്റെ വിഷയത്തിൽ ഒരാൾ പോലും ഇടപെടുന്നില്ല. അത് രാഷ്ട്രീയമാകട്ടെ അല്ലെങ്കിൽ നാട്ടിലെ കാര്യമാകട്ടെ, ആരൊക്കെയാണെങ്കിലും പടച്ചവനെ മുസ്ലിമിന്റെ വിഷയത്തിൽ ഇടപെടാൻ ഇവിടത്തെ രാഷ്ട്രീയക്കാർ പോലും തയ്യാറാകുന്നില്ല. കാരണം കൂടിക്കഴിഞ്ഞാൽ അവനെയും ഒറ്റപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിനെ മറന്നുപോയത് കൊണ്ടാ. ഇന്ന് അല്ലാഹുവിനെ ആർക്കും ഓർമ്മയില്ല, നബിതങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ല. ജീവിതം ആസ്വദിക്കുകയാണ്, ജീവിതം അടിച്ചു പൊളിക്കുകയാണ്. പള്ളികളിലെ മിനാരങ്ങളിൽ, മദ്രസകളിൽ പടച്ചവനെ സംഘടനകൾ എല്ലാവരും പ്രബോധനം നടത്തുന്ന കള്ള് കുടിക്കാൻ പാടില്ല, കഞ്ചാവടിക്കാൻ പാടില്ല, ലഹരി പദാർത്ഥങ്ങൾക്ക് എതിരായിട്ടുള്ള അത് ഉപയോഗിക്കുന്നതിന്റെ നാശത്തെക്കുറിച്ച് പള്ളിയുടെ മിമ്പറുകളിൽ പ്രസംഗം നടത്തുന്നു. മദ്രസയിലെ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നു. നാട്ടിലെ യുവാക്കളെ വിളിച്ചിട്ട് ക്ലാസ് നടത്തുന്നു. എല്ലാവരും കള്ളിനെയും കഞ്ചാവിനെയും മയക്കുമരുന്നിനെയും ലഹരി പദാർത്ഥങ്ങളെയും പേടിക്കുന്നടോ. അതിനെതിരായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമ്പോ എല്ലാവരും ഭയപ്പെടുന്നത് അതിനെയാണ്. എല്ലാവരും മയക്കുമരുന്നിനെ ഭയപ്പെടുന്നു, കള്ള് കുടിക്കുന്നവരെ ഭയപ്പെടുന്നു. എന്നാൽ മുസ്ലിം ഉമ്മത്തെ നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ടോ? നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അതിനേക്കാളും നമ്മൾ ഭയപ്പെടേണ്ട കാര്യം എന്തെന്നറിയുമോ? ഇന്നത്തെ വളർന്നു വരുന്ന യുവതലമുറയുണ്ടല്ലോ, ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ, നമ്മുടെ വീടിന്റെ അകത്ത് വളരുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് പടച്ചവനെ മരണത്തിനു ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ലാതെ പോയിരിക്കുകയാണ്. അവർക്ക് ഖബർ മുതലുള്ള ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ലാതെ പോകുന്നു. അവർ അല്ലാഹുവിൽ അകന്നു പോവുകയാ, അവർ അല്ലാഹുവിൽ നിന്ന് അകന്നു പോവുകയാണ്. എല്ലാ ഇന്നത്തെ യുവതലമുറ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ പറയുന്നത്. സിറാജെ, നിങ്ങൾ തൊണ്ട പൊട്ടിയിട്ട് എത്ര വഅദ് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ നന്നാകുകയില്ല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഈ ജീവിതം സുഖിക്കാനുള്ളതാ. ഈ പള്ളി വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ തെളിവ് സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകട്ടെ, ഇവിടത്തെ കമ്മിറ്റിക്കാരനാകട്ടെ, ഹജ്ജ് ചെയ്തവനാകട്ടെ, ഉംറ ചെയ്തവനാകട്ടെ, വഅദ് കേൾക്കുന്നവനാകട്ടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഫർദയും ഹിജാബുമിട്ട് കയ്യിൽ തസ്ബീഹും പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാകട്ടെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇന്ന് നമ്മളുടെ മക്കൾക്ക് അല്ലാഹുവേ മരണത്തിനു ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല. ഇന്ന് പള്ളികളും മദ്രസയൊക്കെ നോക്കിയാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ക്ലാസ്സുകളും ക്യാമ്പയിനുകളും നടക്കാറുണ്ട്. നല്ല കാര്യമാണ്. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ അതിനേക്കാളും വലിയ ഒരു നാശമുണ്ടോ ഇന്നത്തെ കുട്ടികൾക്ക്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളിലും വിശ്വാസമില്ല എന്നുള്ളത്. ഈ താടിയും തഴമ്പുള്ള ആൾക്കാരോട് ഞാൻ തെളിവ് പറഞ്ഞുതരാം. ഇന്ന് വയല് കഴിഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്നു, രാത്രി കിടന്നുറങ്ങുന്ന സമയം നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുകയാ, മോനെ സ്വർഗമുണ്ടടാ. ഉമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ മകനോട് പറയണം.
നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുകയാ ഇന്ന ഫിൽ ജന്നത്തിലെ ഷജറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗത്തിൽ ഒരു മരമുണ്ട്. പ്രത്യേകത ഒന്നുമില്ല, ഒരു സാധാരണ മരം, നമ്മൾ റോഡിൽ കാണുന്നത് പോലെ ഒരു സാധാരണ ഒരു തണൽ വൃക്ഷം. ആ സ്വർഗ്ഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാൾ നടക്കുകയല്ല, ഓടുകയല്ല, വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാ. ഒരാൾ വാഹനപ്പുറത്ത് സ്വർഗ്ഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാഴ്ചയോ ഒരു കൊല്ലമോ 10 വർഷമോ അല്ല, 100 വർഷം ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ചാലും ലാ യഖ്തഉഹ, അവന് വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. എത്ര വർഷം വാഹനത്തിൽ സഞ്ചരിച്ച? 100 കൊല്ലം ഒരാള് വാഹനത്തിൽ സഞ്ചരിച്ചാൽ വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരമുണ്ടെന്ന് ഈ താടിയും തഴമ്പുള്ള ഏതെങ്കിലും ഒരു വാപ്പ വീട്ടിൽ പോയിട്ട് മോനോട് പറഞ്ഞേ, ഓ വാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും, എന്തൊരു തള്ളലാ വാപ്പ നിങ്ങൾ തള്ളട, ഇത് എന്താപ്പ പടച്ചാനെ, 100 വർഷം സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ പറ്റാത്തൊരു വലിപ്പമുള്ള മരവോ, അതെന്ത് മരവാ? ഈ ഇരിക്കണ താത്ത രാത്രി വീട്ടിൽ പോയിട്ട് കട്ടൻ ചായ വെച്ചു. ഉടനെ മോൾ ഓടി വന്നിട്ട് ഉമ്മാന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആ പാത്രത്തിൽ ഒന്ന് തട്ടിയിട്ട് കൈ പൊള്ളി. മോൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുമ്പോ ഉമ്മ പറയാ, മോളെ നരകത്തിലെ തീയിലെ 70% നരകത്തിലെ തീയിലെ 70% ദുനിയാവിലെ തീ. ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ആ 18-കാരി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്താ അല്ലാഹ്, ഓക്ക് നരകത്തിലൊന്നും വിശ്വാസമില്ല ഉമ്മ. ഇന്നത്തെ കുട്ടികൾക്ക് നരകമോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സ്വർഗമെന്ന് പറഞ്ഞാൽ സ്വപ്ന ലോകമെന്ന് പറയുക. ഇന്ന് സ്വർഗമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ ഒന്നിനും വിശ്വാസമില്ല. അവരിങ്ങനെ നടക്കുകയാണ് അവരുടെ ജീവിതം. അവർ പറയുന്ന ഒരു കാര്യം ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല ഇന്നത്തെ കുട്ടികൾ. കള്ളും കഞ്ചാവും മയക്കുമരുന്നും കൊട്ടേഷനും കൊലപാതകങ്ങളുമായി എങ്ങിട്ടാണ് തന്നെ എന്താ അല്ല ഇങ്ങനെ ആയിപ്പോയി ഇന്നത്തെ കുട്ടികൾ. ഇവരെങ്ങനെ നന്നാവുക? ഇവരെ എങ്ങനെയാണ് നന്നാക്കുക? ആർക്കും പിടികെട്ടാത്ത രീതിയിൽ ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്നു, പടച്ചവനെ എങ്ങോട്ടാണ് ഈ തലമുറയുടെ പോക്ക്, എങ്ങോട്ടാണ് ഈ നാട്ടിൽ കുട്ടികളുടെ പോക്ക്, എങ്ങോട്ടാണ് എന്ന് പറഞ്ഞു വല്ലാതെ സങ്കടപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, മോനെ, അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ആ ഖുർആനിനെ കുറിച്ചൊന്ന് ചിന്തിക്കടാ ചെറുപ്പക്കാരാ. 1400 കൊല്ലം മുമ്പ് നബിതങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരുന്ന സ്വഹാബത്ത്, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, ഒരായത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. പടച്ചവനെ, ഒരാളും കൊണ്ടുവന്നില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു മനുഷ്യനും കൊണ്ടുവരാൻ കഴിയാത്ത അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ. മക്കളെ, ആ ഖുർആനിൽ നിങ്ങളോട് ചിലത് പറയാനുണ്ട് ചെറുപ്പക്കാരാ. ഈ വയലുകൾ കാമുന്നവരോട് പറയുകയാണ്, രാവും പകലും കിടന്ന് നെട്ടോട്ടമോടുന്നവര്, അല്ലാഹുവിന്റെ കലാമായ ഖുർആനുണ്ടല്ലോ, ആ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. കേൾക്കാനുള്ള മനസ്സുണ്ടാകണം, കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. അത് അല്ലാഹുവിന്റെ കലാമല്ലേ, അതിനെ ബഹുമാനിക്കണമല്ലോ, അതിനെ ആദരിക്കണമല്ലോ, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണമല്ലോ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണമല്ലോ. ആ ഖുർആനിന്റെ മഹത്വം നമ്മളിൽ പലർക്കും തിരിയാത്തത് കൊണ്ടാ. പേടിക്കണേ ചെറുപ്പക്കാരാ, പെങ്ങളെ പേടിക്കണേ പൊന്നുമോള്, അത് അല്ലാഹുവിന്റെ കലാമാ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഞാനും നിങ്ങളും പരിഗണിക്കാത്ത ഖുർആനുണ്ടല്ലോ, ആ ഖുർആൻ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവനെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആ ഖുർആൻ പറയുന്നതൊന്ന് 10
മിനിറ്റ് ഇരുന്ന് കേൾക്കാൻ തയ്യാറാക്. ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് ഒരല്പസമയം ഇരുന്ന് കേൾക്കാൻ തയ്യാറാക്. തയ്യാറായി കഴിഞ്ഞാൽ പടച്ചവനെ നിന്റെ ജീവിതം മനോഹരമാവുകയാണ്, നിന്റെ ജീവിതം സന്തോഷമുള്ള ജീവിതമാവുകയാണ്. അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കണം. ഒരു മുസ്ലിമായി ജീവിക്കണം. അവന് സുഗന്ധത്തെ പോലെയാണ്, അവന് സുഗന്ധമുള്ളവനെ പോലെയാണ്. ജനങ്ങൾ അവലേക്ക് അടുക്കേണ്ടവനാണ്. ഒരു മുസ്ലിമിന്റെ സ്വഭാവം കണ്ടാൽ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെ പോലാകണമെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പലരും ദുആ ചെയ്യാൻ പറയാറുണ്ട്, ഉസ്താദ് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം ഉസ്താദ്, മരിക്കുന്നതിന് മുമ്പ് ഉംറയ്ക്ക് പോകണം ഉസ്താദ്. പലരുടെയും ആഗ്രഹമാണല്ലോ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? അവന് കഅബാലയത്തെ പോലെ ആകണമടോ, അവന് കഅബാലയത്തെ പോലെയാകണം. കഅബാലയത്തിന്റെ പ്രത്യേകത എന്താ? ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. ടൂർ പോകാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. പടച്ചവനെ 2 ദിവസം ലീവ് കിട്ടിയാൽ നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറയുന്നവരാണല്ലോ. ഊട്ടിയിൽ പോകുന്നവരുണ്ട്, മൈസൂർ പോകുന്നവരുണ്ട്, ഗോവയിൽ പോകുന്നവരുണ്ട്, ബാംഗ്ലൂരിൽ പോകുന്നവരുണ്ട്. പടച്ചവനെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, പടച്ചവനെ 2 ദിവസം ലീവ് കിട്ടിയാൽ മക്കള് പറയുന്നു വാപ്പാ നമുക്ക് മൈസൂർ പോകാം. ഉടനെ ഉമ്മ പറയുന്നവിടെ പോയതാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം, നമുക്ക് ബാംഗ്ലൂര് പോകാം. അവിടെ പോയതാണ് വേറെ എവിടെയെങ്കിലും പോകാൻ. ഒരു വട്ടം കണ്ട സ്ഥലത്ത് പിന്നെയും നമുക്ക് പോകാൻ മടിയാടോ? നമ്മൾ വേറെ സ്ഥലങ്ങളാണ് പറയുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യമല്ല 1 കോടി പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയം 1000 പ്രാവശ്യം പോയവനാകട്ടെ, ലക്ഷക്കണക്കിന് പ്രാവശ്യം കഅബ കണ്ടവനാകട്ടെ, ആ കഅബാലയത്തിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോ ഞാൻ ഒരുപാട് പോയതാ, വേറെ എവിടെങ്കിലും പോകാമെന്ന് പറയാറില്ല. എത്ര കണ്ടാലും മതി വരില്ല, എത്ര കണ്ടാലും കൊതി തീരുന്നില്ല. പടച്ചവനെ പിന്നെയും പിന്നെയും കാണാനുള്ള ആഗ്രഹമാണ്. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോൾ ആ കറുത്ത കിസ്വ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന കഅബ കാണാൻ എന്ത് മനോഹരമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കഅബാലയത്തിന്റെ മുമ്പിൽ വിടവാങ്ങലിന്റെ തവാഫുണ്ടല്ലോ. ആ വിടവാങ്ങലിന്റെ തവാഫ് ഇങ്ങനെ നടന്ന് 7ാമത്തെ തവാഫ് ഇങ്ങനെ പൂർത്തിയാകാൻ പോകുമ്പോ അറിയാതെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. എത്ര പ്രാവശ്യം കണ്ടവനാണെങ്കിലും കഅബാലയത്തിൽ നിന്ന് വിടവാങ്ങലിന്റെ തവാഫ് നടത്തുമ്പോ അവസാനത്തെ തവാഫ് ഇങ്ങനെ തീർന്നിട്ട് കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് സലാം പറയുന്ന ഒരു രംഗമുണ്ട്. സലാം പറയുന്ന ഒരു രംഗമുണ്ട്. ഏത് കരയാത്തവന്റെയും കണ്ണ് നിറയുമടോ. അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്. അല്ലാഹുവിന്റെ ഭവനത്തിനോട് സലാം പറയുമ്പോ, ആ കഅബയുടെ മുമ്പിൽ നിന്ന് മടങ്ങുമ്പോ അവൻ അല്ലാഹുവോട് പറയുന്നു, പടച്ചവനെ ഇനിയും വരാൻ ഭാഗ്യം തരണേ അല്ലാ, ഇത് അവസാനത്തെ യാത്രയാക്കല്ലേ അല്ലാ എന്ന് സലാം പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോട് മടങ്ങുമ്പോ ഇത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതുപോലെയാകണം മുസ്ലിം എന്ന് പറഞ്ഞാൽ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പടച്ചവനെ നബി തങ്ങൾ കഅബാലയത്തെ പോലെയാണ്. നബി തങ്ങളോട് സംസാരിച്ചാൽ പിന്നെയും സംസാരിക്കാൻ കൊതിക്കുകയാണ്. നബി തങ്ങളെ കണ്ടവർക്ക് പിന്നെയും കാണാൻ കൊതി തോന്നുകയാണ്. നബി തങ്ങളുടെ കൂടെ നടന്നവർക്ക് പിന്നെയും നടക്കാൻ ആഗ്രഹമുണ്ടാവുകയാണ്. പടച്ചവനെ അവർക്ക് മതിയാകുന്നില്ലടോ. അല്ലാഹുവിന്റെ റസൂലിനെ പിന്നെയും പിന്നെയും കാണാനുള്ള ആഗ്രഹം, ആ മുഖമൊന്ന് കാണാതെ വന്ന സങ്കടപ്പെടുകയാണ്. മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരു ദിവസം മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന സൗബാ എന്ത്
പറ്റി സൗബാൻ? എല്ലും തോലുമായിരിക്കുന്നല്ലോ, തൊലിയൊക്കെ കറുത്തുപോയല്ലോ. സുന്ദരനായ നല്ല ബോഡി ഉണ്ടായിരുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാരക രോഗം പിടിച്ച മനുഷ്യനെ പോലെ എല്ലും തോലുമായിരിക്കുന്നത് മുത്തുനബി കണ്ടപ്പോ അവിടെന്ന് ചോദിക്കുന്ന സൗബാനേ, എന്തു പറ്റി സൗബാൻ? വല്ല രോഗവുമുണ്ടോ സൗബാ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുമ്പോ സൗബാ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, രോഗമൊന്നുമില്ല നബിയേ, മാരകമായ രോഗമൊന്നുമില്ല നബിയേ. പിന്നെ എന്തു പറ്റി സൗബാന്? വല്ലാത്ത ടെൻഷനാണ് നബിയേ, വല്ലാത്ത ടെൻഷനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിന്റെ ടെൻഷൻ എന്താണ്? നിന്റെ സങ്കടം എന്താണ്? യാ റസൂലല്ലാഹ്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, മനസ്സിന് സമാധാനമില്ല നബിയേ. അതിന്റെ കാരണം എന്താണെന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ്, അങ്ങയെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, അങ്ങയെ കാണുമ്പോ എനിക്കൊരു പ്രശ്നവുമില്ല, വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത സമാധാനമാണ്. പക്ഷെ അങ്ങയെ കാണാതെ വരുമ്പോ വല്ലാത്ത ടെൻഷനാണ് നബിയേ, വല്ലാതെ സങ്കടം വരുന്നു നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങളെ കണ്ട ഒരാളും മടുത്തു എന്ന് പറഞ്ഞിട്ടില്ല സഹോദരാ. കാണാൻ വല്ലാത്ത കൊതിയാ, കാണാൻ വല്ലാത്ത ആഗ്രഹമാ. നബി തങ്ങളുടെ സംസാരമാകട്ടെ, നബി തങ്ങളുടെ കൂടെയുള്ള യാത്രയാകട്ടെ, പിന്നെയും പിന്നെയും കാണാൻ കൊതിക്കുകയാണ്. ഇതായിരിക്കണം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്നോട് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവന് നിന്നോട് സംസാരിക്കാനുള്ള ആഗ്രഹമുണ്ടാകണം, നിന്റെ കൂടെ നടക്കാനുള്ള ആഗ്രഹമുണ്ടാകണം, നിന്റെ കൂടെ യാത്ര ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകണം, നീയുമായിട്ട് സഹവസിക്കാനുള്ള ആഗ്രഹമുണ്ടായിരിക്കണം. ഇതാണ് ഒരു മുസ്ലിമിന് വേണ്ട സ്വഭാവം. പക്ഷെ നമ്മളെ കണ്ട ഇന്ന് ഓടുകയെല്ലാവരും. ഇന്ന് നമ്മളെ കണ്ടാൽ എല്ലാവരും ഓടി ഒളിക്കുന്ന ഒരവസ്ഥ. എന്തുകൊണ്ട് മുസ്ലിം ആകുന്നില്ല? ഇവിടെ നിങ്ങളാരും മറ്റുള്ളവർക്ക് മൈക്ക് കെട്ടിക്കെട്ട് വഴുതു പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു മുസ്ലിമായി ജീവിച്ച മറ്റുള്ളവർ നിന്നെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മൈക്കും വഴലും നസീഹത്തും ഉപദേശവും ഒന്നും വേണ്ട. ഒരു മുസ്ലിമായി ജീവിച്ചാൽ മതി. ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. പണ്ടങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മുത്തുനബിയുടെ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നു. ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. ഏറ്റവും വലിയ ഉദാഹരണം എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ, നബിതങ്ങളുടെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനിന്റെ അനുയായികളെ കൊന്നൊടുക്കിയ ഒരു മനുഷ്യനുണ്ട്. നബിതങ്ങളുടെ കാലഘട്ടം എടുത്ത് വായിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ, ഒരുപാട് മുസ്ലിമീങ്ങളെ എന്തിനാ മുത്തുനബിയെ കൊല്ലാൻ നോക്കിയ ഒരു മനുഷ്യനുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകനെ 2 പ്രാവശ്യം കൊല്ലാൻ നോക്കിയ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഹദീസിൽ കാണാം സുമാമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അത് യമനിലെ ഭരണാധികാരിയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 2 വട്ടം കൊല്ലാൻ നോക്കി. അള്ളാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തി നബി തങ്ങളെ. അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നു. ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നു കളഞ്ഞവനാ സുമാമ. അവന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നു കളഞ്ഞേക്കാൻ. അവന്റെ ഉപദ്രവം അത്രത്തോളം കഠിനമായപ്പോ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ആരുടെ കയ്യിൽ കിട്ടിയാലും അവനെ കൊന്നേക്കണം. കാരണം അവൻ അത്രയും വലിയ ഉപദ്രവ ചെയ്തേ. അങ്ങനെ സഹാബത്ത് ഇവനെ തെരഞ്ഞു നടക്കുക. സുമാമയെ
സുമാമയെ തെരഞ്ഞുകൊണ്ട് സഹാബാക്കൾ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാലോ, ഓനെങ്ങനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രിയിൽ ആ സമയത്ത് ഒരു മനുഷ്യൻ മദീനയിലൂടെ ഇങ്ങനെ പോകുന്നു. മദീനയിലൂടെ ഒരു അസമയത്ത് രാത്രിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു. അവനെ പിടിച്ചു നിർത്തിയിട്ട് സഹാബത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും കള്ളമാണെന്ന് മനസ്സിലായി. ഇവൻ പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് മനസ്സിലായി. അപ്പൊ ഇവന്റെ പ്രവർത്തനങ്ങളിലും ഇവന്റെ മറുപടിയിലും സംശയം തോന്നിയ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ കൊണ്ടുവന്ന മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടിയിട്ടു. അങ്ങനെ പള്ളിയിൽ കൊണ്ടുവന്ന് സംശയമായത് കാരണം രാത്രി അസമയത്ത് കിട്ടിയ ഒരുത്തൻ ശത്രുവാണ്, അവനെ പിടിച്ചുകൊണ്ടുവന്ന് പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടു. സുബഹി നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ വന്നപ്പോ സഹാബത്ത് പറഞ്ഞു, നബിയെ, ഇന്നലെ രാത്രി അസമയത്ത് ഒരു മനുഷ്യനെ മദീനയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവൻ പറയുന്നത് മുഴുവനും കള്ളമാ. അവൻ ഇസ്ലാമിനെതിരാണ് നബിയെ, അവൻ ഇസ്ലാമിന്റെ ശത്രുവാണ്. അവനെ കൊണ്ടുവന്ന് പള്ളിയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കി, ആരാ അല്ലാഹ് ഈ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നത് ആരാ? നബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഈ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നവൻ ആരാന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഈ മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ മനുഷ്യൻ ആരാണെന്നറിയുമോ? സ്വഹാബ, ഇവനാണ് സുമാമ, ഇവനാണ് സുമാമ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് പലരും ഇങ്ങനെ വാളിലേക്ക് കൈവെക്കുകയാണ്. അവരുടെ ഉറയിൽ കിടന്ന് വാളിലേക്ക് കൈവെക്കുകയാണ്. എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അവന്റെ തലപെട്ടാൻ എനിക്ക് അല്ലാഹുവിന്റെ റസൂലും അനുവാദം തന്നിരുന്നെങ്കിൽ എല്ലാവരുടെയും ശരീരം ഇങ്ങനെ കോരിത്തെരിക്കുകയാണ്. കാരണം അവൻ അത്രത്തോളം ഉപദ്രവിച്ചവനാണ്. നബി തങ്ങളെ പോലും കൊല്ലാൻ പോയവനാണ്. ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നവനാണ്. അവനെയാണ് പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബ, ഒരാളും തൊട്ടുപോകല്ല സ്വഹാബ, ഒരാൾ പോലും സുമാമയെ തൊട്ടുപോകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, അതുകൊണ്ട് നിങ്ങൾ കഴിക്കാൻ ഭക്ഷണം കൊടുക്കണേ. നിങ്ങളുടെ നീ വീട്ടിൽ നിന്ന് ആടിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണേ സഹാബ. ദഹിച്ചില്ലടോ സഹാബത്തിന്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കേട്ടപ്പോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവനെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്ക്, അവന് കുടിക്കാൻ പാല് കൊണ്ടുവന്ന് കൊടുക്ക്. നബി തങ്ങളുടെ കൽപ്പനയാണല്ലോ. സ്വഹാബത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടുന്നില്ല. പടച്ചവനെ, ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ചോദിക്കുകയാണ്, മാദാ ഇൻദക യാ സുമാമ, മാദാ ഇൻദക യാ സുമാമ, എന്തുണ്ട് സുമാമ വിശേഷം? നബി തങ്ങളുടെ ചോദ്യമാണ്. ഒരു ദിവസം പള്ളിക്കകത്ത് കെട്ടിക്കിട്ട് കിടന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിന്റെ വിശേഷം എന്താണ്? സുമാമയുടെ മറുപടി എന്താ? ഫഖാല ഇന്ദി യാ മുഹമ്മദ് ഖൈർ, മുഹമ്മദേ, എനിക്ക് സുഖമാ. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, ചോദിക്കാൻ ഒരാളുമില്ല. നിന്റെ നാട്, നിന്റെ ആള്. പക്ഷേ മുഹമ്മദ്, എന്നെ വെറുതെ വിട്ടാ നിനക്ക് ആവശ്യമുള്ള പണം മുഴുവനും ഞാൻ തരാ. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. നബി തങ്ങൾ ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസമായി. മാദാ ഇൻദക യാ സുമാമ, സുമാമ, സുഖമാണോ സുമാമ? ഒന്നാമത്തെ ദിവസം പറഞ്ഞ മറുപടിയാണ് അന്നും പറയുന്നത്. മൂന്നാമത്തെ ദിവസമായി. എന്തേ സുമാമ, സുഖമാണോ? മുഹമ്മദേ, സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, ഇല്ലെങ്കിൽ നീ എന്നെ വെറുതെ വിട്ടാൽ നിനക്ക് ഞാൻ ആവശ്യമുള്ള സമ്പത്ത് തരാമെന്ന് പറയുകയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ
അള്ളാന്റെ റസൂല് പറഞ്ഞ് അഴിച്ചുവിട് സഹാബ, അഴിച്ചുവിട് സഹാബ. സുമാമയുടെ കെട്ടടിച്ചു വിടുകയാണ്. മസ്ജിദ് നബവിയിലെ സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ നബി തങ്ങളെ കൊല്ലാൻ നോക്കിയ ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞ സുമാമ ചിരിക്കുന്ന മുഖത്തോടെ ഇറങ്ങി പോവുകയാണ്. സ്വഹാബത്തിന്റെ കണ്ണിന്റെ മുന്നിലൂടെ ചിരിക്കുന്ന മുഖത്തോടെ ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ, ഒരാള് പോലും അനങ്ങിയില്ല. സുമാമ കുതിരപ്പുറത്ത് കയറി സഞ്ചരിക്കുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ തന്റെ വാഹനം അവിടെ നിന്ന് കെട്ടിയിടുകയാണ്. പടച്ചവനെ, കൈകാല് കഴുകുകയാ, കൈകാല് കഴുകുകയാ, നല്ല വസ്ത്രം ധരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ അതാ സുമാമ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് ചിരിക്കുന്ന മുഖത്തോടെ മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങിപ്പോയ സുമാമ അതാ പൊട്ടിക്കരന്നുകൊണ്ട് മസ്ജിദ് നബവിയിലേക്ക് മടങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സുമാമ കടന്നു വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ, എനിക്ക് മുസ്ലിമാകണം നബിയേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് സഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമാവുകയാണ്. സുമാമ പറഞ്ഞതെന്തെന്നറിയോ? എന്തൊരു സ്നേഹമാ നബിയേ, എന്ത് സ്വഭാവമാ നബിയേ, എന്തൊരു അനുസരണയാ നബിയേ. അങ്ങയുടെയും സ്വഹാബത്തിന്റെയും ജീവിതം കണ്ടപ്പോ എന്റെ മനസ്സ് മാറി നബിയേ. ഇത് കണ്ടിട്ട് ഞാൻ നന്നായില്ലെങ്കിൽ നീ എന്ന് നന്നാകാരാ? വഅദ് കേട്ടിട്ട് നന്നായതല്ല. മുസ്ലിമീങ്ങളുടെ സ്വഭാവം കണ്ടപ്പോ, സ്വഹാബത്തിന്റെ അനുസരണ കണ്ടപ്പോ, അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ കണ്ടപ്പോ ആ സുമാമ ദീനിലേക്ക് കടന്നു വരികയാണ്. നബിയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. എനിക്ക് വെറുപ്പായിരുന്നു നബിയെ, അങ്ങയെ കാണാൻ എനിക്ക് വെറുപ്പായിരുന്നു. എന്നാ എന്റെ ജീവിതത്തിൽ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. എനിക്ക് മദീനയോട് വെറുപ്പായിരുന്നു, അങ്ങയുടെ നാടിനോട് എനിക്ക് വെറുപ്പായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മദീനയാണ് നബിയേ. ആ സുമാമയുടെ ജീവിതം മാറ്റിമറിച്ചത് ഖുർആനായിരുന്നില്ല, വഅദുകളായിരുന്നില്ല, മുസ്ലിമിന്റെ സ്വഭാവമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മുസ്ലിമായാൽ അവനെ ബഹുമാനിക്കുമടോ, അവനെ ആദരിക്കുമടോ, അവന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുമടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരല്പനേരം നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്ക്. എന്തിനാണെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനോട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ട മറ്റു മതസ്ഥര് പോലും അത്ഭുതം തോന്നി ഇസ്ലാമിലേക്ക് കടന്നു വരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് നമ്മുടെ സ്വഭാവം കണ്ട അവൻ ഓടി രക്ഷപ്പെടും. പണ്ടൊരു കാലമുണ്ടായിരുന്നു, എൻ്റെ അയൽവാസി മുസ്ലിമാണെന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നൊരു കാലം. ഇന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടാനാണ് നോക്കുന്നത്. അത്രയ്ക്കും തങ്കമായ സ്വഭാവമാണ് നമ്മുടെ സ്വഭാവം. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര ചങ്ങാതി, ഖുർആനിന് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരല്പനേരം ഇരുന്നിട്ട് ആ പറയുന്നത് എന്താന്ന് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടായാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ ഖുർആനിന് പറയാനുള്ളത് അനുസരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതും നിന്റെ ഇഷ്ടം, പക്ഷെ കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കേട്ടൂടെ? അതിന് ഇൻഷാ അല്ലാഹ് പറയുന്നേ, കേട്ടൂടെ? ഇൻഷാ അല്ലാഹ് 10:53 ഇൻഷാ അല്ലാഹ് 11:53. 1 മണിക്കൂറുണ്ട്. ഈ 1 മണിക്കൂറിൻ്റെ ഇടയിൽ എൻ്റെ ജോലി വലുതാ. പ്രസംഗിക്കണം, ബക്കറ്റ് കളക്ഷൻ എടുക്കണം, പിന്നെ വേറെ കളക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഖുർആൻ പറയുന്നത് കേട്ട് ദുആ ചെയ്ത് പിരിയാം. ഇവിടെ വലിയ വലിയ മോലാളിമാർ റജബ് മാസം ഇവിടെ ഇരിക്കുന്നുണ്ട്.
അതുപോലെ ഒരുപാട് പേര് അപ്പുറത്തെ ചങ്ങാതി പള്ളി കെട്ടിയിട്ട് അൽഹംദുലില്ലാ പള്ളിയും മദ്രസകളൊക്കെ ഇങ്ങനെ ഒരുപാട് അള്ളാഹു സമ്പത്ത് കൊടുത്ത ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രസിഡന്റും സെക്രട്ടറി അവരോട് അങ്ങ് ചോദിച്ചുള്ളതങ്ങ് മേടിച്ചു, അതാ നല്ലത്. പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ പള്ളിയൊക്കെ ഒന്ന് നന്നാക്കണം ഇൻഷാ അല്ലാഹ്. ഈ നാട്ടിലൊക്കെ രണ്ട് സൈഡിലുള്ള വീട് കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് ഓൻ്റെ മതിൽ കെട്ടിയ പൈസ മതി അൽഹംദുലില്ലാ ഇവിടെ നേരെയാക്കാൻ. ഓരോ വീടിൻ്റെ മതിലുകൾ കാണുമ്പോൾ ഒരറബിയോട് ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ പള്ളി കെട്ടണം. അറബി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പറച്ചിലൊക്കെ കേട്ടപ്പോൾ വിചാരിച്ചു നാട്ടിൽ പോയൊരു പള്ളി കെട്ടാം. അങ്ങനെ അറബി പറഞ്ഞു, എനിക്ക് നാട് കാണണം, എനിക്ക് ആ പള്ളി കാണണം. അങ്ങനെ ഗൾഫിൽ നിന്ന് അറബി നാട്ടിൽ വന്നു. ഈ കൊണ്ടുവന്ന മനുഷ്യൻ അറബി ഇങ്ങനെ പള്ളി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വണ്ടി കൊണ്ടുപോവാ. ഇങ്ങനെ കൊണ്ടുപോയി പള്ളിയുടെ അടുക്കൽ എത്താറായപ്പോൾ അറബി പറഞ്ഞു വണ്ടി തിരിക്കാൻ. അല്ല പള്ളിയൊന്നും കാണണ്ട, അപ്പൊ പള്ളി കെട്ടണ്ട, പള്ളിയും കെട്ടണ്ട, എനിക്ക് പോയാൽ മതിയെന്ന്. വീടാ ഇവിടെ മൊത്തം. അയാൾ പറയുന്നത് എനിക്ക് പോലും ഇത്ര വലിയ വീടില്ല, ഇത്രയും വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ പണമുള്ളവന്റെ നാട്ടിൽ വന്നിട്ട് ഈ പാവപ്പെട്ടവനായ ഞാനൊരു പള്ളി വെച്ച് കൊടുക്കണോ? അയാൾ തിരിച്ചു പോയെന്നാ എന്ന് പറഞ്ഞ പോലെ അൽഹംദുലില്ലാ ഒരുപാട് മൾട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവരൊക്കെ വിചാരിച്ച ഇൻഷാ അല്ലാഹ് ഈ ലക്ഷങ്ങളൊക്കെ അവർക്കൊക്കെ നിസാരമാ. അള്ളാഹു അവർക്ക് കൊടുത്ത, ഇവരൊക്കെ ഒരുപാട് ചെയ്യുന്നവരാ, അങ്ങനല്ല. അള്ളാഹു ഒരുപാട് അനുഗ്രഹം. അള്ളാഹു ഇവരുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ചങ്ങാതി നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യ്. അള്ളാഹു അവർക്ക് ഖൈർ നൽകുമാറാകട്ടെ, അള്ളാഹു അവർക്ക് ഖൈർ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നമ്മളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, എല്ലാവരും ഖുർആൻ ഓതാറുണ്ട്. ഉസ്താദെ ഞാൻ ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കാറുണ്ട്. താത്താമാര് പറയും, ഉസ്താദെ ഞാൻ ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കും. ചിലര് പറയും, പടച്ചോനെ ഞാൻ മാസത്തിൽ ഖത്തം തീർക്കും. രാവും പകലിങ്ങനെ ഓതി നടക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഓതുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ലടോ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, നീ ഓതുമ്പോൾ അത് ഖുർആനാണ് ഓതുന്നതെന്ന ബോധത്തോട് വേണം ഖുർആൻ ഓതാൻ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഖത്തം ഇങ്ങനെ ഓതി തീർക്കുന്നതിൽ കാര്യമില്ല. അള്ളാഹുവിന്റെ കലാമാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. അതിന്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കാൻ നിന്നെ കൊണ്ട് കഴിയണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖുർആനല്ലേ മോനെ ഓതുന്നത്, അല്ലാതെ പത്രമല്ലല്ലോ, ഏതെങ്കിലും ഒരു നോവലല്ലല്ലോ, ഏതെങ്കിലും ഒരു പുസ്തകമല്ലല്ലോ. ഈ ലോകം തന്നെ പടച്ച അള്ളാഹുവിന്റെ കലാമാ ഖുർആൻ. ആ ഖുർആനാണ് പാരായണം ചെയ്യുന്നത് എന്ന് ബോധം നിനക്കുണ്ടാകണം. നീ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നീ ഖുർആൻ ഓതാൻ. ഇതാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം. അതാണ് പടച്ചവനെ, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ജീവിതത്തിലൊരു മാറ്റവുമില്ല, ജീവിതത്തിലൊരു മാറ്റവുമില്ല. എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, എന്റെ വാപ്പമാരോട് ചോദിക്കട്ടെ, എന്തേ വാപ്പാ ഖുർആൻ ഓതിയിട്ട് നീ നന്നാകാത്തത്? എത്രയോ പേര് നന്നായില്ലേ, ലോകം എഴുതി തെള്ളിയവര് പോലും നന്നായില്ലേ, കാട്ടാളന്മാര് നന്നായില്ലേ, അവര് വഴുത് കേട്ടിട്ടല്ല നന്നായത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ട് നന്നായ എത്ര പേരുടെ ചരിത്രം നിനക്കറിയാം? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മദീനത്ത്
സുജൂദ് ചെല്ലുമ്പോ ആ പച്ചക്കുപ്പയുടെ അടിയിൽ കിടക്കുന്ന മുത്തുനബിയുടെ ചാരത്ത് കിടക്കുന്ന സ്വഹാബിയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോ റൗളയിലേക്ക് കടന്നു ചെല്ലുമ്പോ ആദ്യമതാ മുത്തുനബിയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കാണാ. അടുത്തത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേര് കാണാ. അടുത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേര് കാണാ. ആ ഉമർ ആരാണെന്നറിയോ? ആ ഉമർ ആരാണെന്നറിയോ? ആ ഉമർ ആരായിരുന്നു എന്ന് പഠിക്കണം പെങ്ങള്. പടച്ചവനെ, ഉമറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം പഠിച്ചാ മതി. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയുണ്ടല്ലോ, ഖത്താബിന്റെ മകൻ ഉമറിന്റെ അയൽവാസിയോട് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉമർ മുസ്ലിമായി, നിന്റെ അയൽവാസി ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കെട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞ മറുപടി, വീടിന്റെ മുമ്പിൽ കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കലും മുസ്ലിമാകില്ല. കാരണം അവന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. എന്റെ പെങ്ങളെ, ഉറങ്ങാത്ത മക്കളോട്, പിഞ്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങാതെ ഇരിക്കുമ്പോ ഉമ്മമാര് പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. കരയുന്ന കുഞ്ഞു പോലും കരച്ചിൽ നിർത്തുമായിരുന്നു. അത്രയ്ക്ക് പേടിയായിരുന്നു. ആ ഉമറിന്റെ ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലവെട്ടാൻ പോയവനാണ്. മുഹമ്മദിന്റെ തലയുമായി തിരിച്ചു വരുമെന്ന് കഅബയുടെ മുമ്പിൽ വെച്ച് സത്യം ചെയ്തിട്ട് പോയവനാ. പോകുന്ന വഴിയിലാണ് ഒരു സ്വഹാബി ചോദിക്കുന്ന, ഉമറേ എവിടെ പോവുകയാ? അതാ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാ. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ആദ്യം പോയി കുടുംബം നന്നാക്കടാ. മുഹമ്മദിന്റെ തല വെട്ടുന്നതിന് മുമ്പ് നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായിരിക്കുകയാണ്. നിനക്ക് അഭിമാനമുണ്ടെങ്കിൽ പോയിട്ട് ആദ്യം വീട് നന്നാക്കടാ. പടച്ചവനെ, ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പ് മുസ്ലിമായെന്നറിഞ്ഞപ്പോ ആ ഉരി പിടിച്ച വാളുമായി ഉമർ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഫാത്തിമയും ഭർത്താവും ഖുർആൻ ഓതുകയാ. അവിടെ നിന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമർ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. പടച്ചവനെ, അതാ കൂടപ്പറപ്പിനെ എടുത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ഫാത്തിമയുടെ മൂക്കിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുമ്പോ, എത്രയൊക്കെയാണെങ്കിലും സ്വന്തം രക്തമാണല്ലോ, കൂടപ്പറപ്പാണല്ലോ, ഒരു ഉമ്മയുടെ വയറ്റിൽ കടന്നവരാണല്ലോ. തന്റെ സഹോദരി രക്തമിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് കരയുന്നത് കണ്ടപ്പോ ഉമറിന്റെ ദേഷ്യമൊക്കെ മാറിയടോ. അവിടെന്ന് ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ ഏതോ കവിത പാടുന്നത് കേട്ടല്ലോ ഫാത്തിമ, അത് എന്തായിരുന്നു എന്ന് ഉമർ തങ്ങൾ ചോദിക്കുമ്പോ പടച്ചവനെ, ഫാത്തിമ പറയുന്നു, കവിതയല്ല, അത് പാട്ടല്ല, അത് അല്ലാഹുവിന്റെ കലാമാ. ഞാൻ ഓതിക്കൊണ്ടിരുന്നത് ഖുർആനാ. ഫാത്തിമ, എനിക്കൊന്ന് ഓതിത്തരുവോ? ആ പുസ്തകം എന്റെ കയ്യിലേക്കൊന്ന് തരുമോ? ഫാത്തിമ പറഞ്ഞു, നീ പോയിട്ട് ശുദ്ധിയായിട്ട് വരാൻ. ഖത്താബിന്റെ മകൻ ഉമർ, കാട്ടാളനായ ഉമർ, ഒരിക്കലും നന്നാകില്ലെന്ന് നാട് എഴുതിത്തള്ളിയ ഉമർ, അതാ പടച്ചവനെ കൈകാല് കഴുകിയിട്ട് കയറി വരികയാണ്. ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പ് ഓതിക്കൊടുക്കുകയാ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായത്തിലെ 5 ആയത്തടോ, 4 or 5 ആയത്തെ ഓതിക്കൊടുത്തുള്ളൂ. ആയത്ത് കേട്ടപ്പോ ഉമറിന്റെ കണ്ണ് നിറയുകയാ. ഇതെന്താണ് റബ്ബേ, ഇത് എന്താണ് റബ്ബേ? ഖുർആനിലെ ചില ആയത്തുകൾ കേട്ടപ്പോ കാട്ടാളനായ ഉമറിന്റെ മനസ്സിലേക്ക് മതച്ചവനെ അത് ആ തുളച്ചു കയറുകയാണ്. ഉമർ ഇറങ്ങുകയാണ്. ഉരിപ്പിടിച്ച വാളുമായി ഖത്താബിന്റെ മകൻ ഉമർ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ
അടുക്കിലേക്ക് ചെല്ലുകയാണ്. സ്വഹാബത്ത് പേടിച്ചു വിറയ്ക്കുകയാണ്. വരുന്നത് ഉമറാണ്. പേടിച്ചു പോയടോ, സ്വഹാബത്ത് ഭയന്നു പോയടോ. അപ്പോഴാണ് പടച്ചവനെ എല്ലാവരും പേടിച്ചു വിറച്ചു നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ തടയുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ തടയുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടയുന്നത്. ഹംസ തങ്ങൾ പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാൻ വന്നതാണോ? ഇതിനകത്ത് കയറിയിട്ട് നിനക്ക് ജീവനോടെ തിരിച്ചു പോകാം. മറിച്ചല്ല, അല്ലാഹുവിന്റെ റസൂലിനെ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണോ? നിന്നെ ജീവനോടെ ഞാൻ വിടൂല, നിന്നെ ഞാൻ ജീവനോടെ വിടൂല. പേടിച്ചു പോയടോ ഉമർ. ഹംസ തങ്ങളുടെ വാക്ക് കേട്ടപ്പോ അതാ ഉമർ ഭയന്നു പോയി. എവിടെന്ന് കിട്ടി ഹംസ നിനക്ക് ഈ ധൈര്യം എന്ന് ഉമർ തങ്ങൾ പോലും പിൽക്കാലത്ത് ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ഉമറിനെ നന്നാക്കിയത് 4 മോനെ. വാപ്പാ, 4 ആയത്തല്ല 4000 ആയത്ത് കേട്ടല്ലോ. നിനക്ക് നന്നാകാൻ പറ്റാത്തത്, നിന്റെ മുടി നരച്ചില്ലേ, പ്രായമായില്ലേ, രോഗമുണ്ടല്ലോ, കൂടപ്പുറപ്പ് മരിച്ചില്ലേ, ഒരുപാട് പേരുടെ ജനാസ കണ്ടില്ലേ, എന്നിട്ടും നന്നാകാൻ പറ്റുന്നില്ലല്ലോ വാപ്പാ. ഉമ്മമാരെ, ഇല്ലാത്ത രോഗങ്ങളില്ലല്ലോ. പ്രസവത്തിന് മരണവേദനയാണെന്ന് വഴുതു പറയുന്ന ഉമ്മ, എന്തേ നന്നാകാത്തത്? വഴുതു കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളല്ലേ ഉമ്മമാരെ? എന്തേ നിനക്ക് തലമറയ്ക്കാൻ കഴിയാത്തത്? നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ലല്ലോ. നീ ഖുർആൻ കേട്ടിട്ട് നന്നാകാത്തതിന്റെ കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മക്കളെ എത്ര കൊണ്ടാലും പഠിക്കാത്തതെന്താണ്? പലരും ചോദിക്കാറുണ്ട്, ഉസ്താദ്, എന്തുകൊണ്ടാ എന്റെ വാപ്പ നന്നാകാത്തത്? പ്രായമായി, രോഗിയായി, മുടി നരച്ചു, മരിക്കാൻ സമയമായി, എന്നിട്ടും എന്റെ ഉപ്പ പെണ്ണു പിടിക്കുകയാണ്, കള്ള് കുടിക്കുകയാണ്, വൃത്തികെട്ട സ്വഭാവമാണ്, നാട്ടുകാരുടെ മുമ്പിൽ മകനാണെന്ന് പറയാൻ നാണക്കേടാണ്. എന്തേ ഉസ്താദേ നന്നാകാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ ഉമ്മ, നീ ചോദിക്കുന്നല്ലോ, 18 വയസ്സുള്ള 20 വയസ്സുള്ള മകളെന്ത് ഉസ്താദേ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ, അവള് തലമറയ്ക്കുന്നില്ലല്ലോ, അവള് കാമുകന്റെ കൂടെ കറങ്ങുകയാണല്ലോ, അവന് മതിയെന്ന് പറഞ്ഞ് ശപഥമെടുത്തിരിക്കുകയാണല്ലോ, ഞാൻ കരയുന്നത് കണ്ടിട്ടും അവളുടെ മനസ്സലിയുന്നില്ലല്ലോ, മരണവും കബറും നരകം പറഞ്ഞിട്ടും നന്നാകുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാപ്പാന്റെ നേരെ കൈവെക്കുകയാണ്, വാപ്പയെ തല്ലുകയാണ്, ഉമ്മയെ ചീത്ത വിളിക്കുകയാണ്. പടച്ചവനെ, എന്തൊരു ധൈര്യമെന്നറിയുമോ? ഇന്നത്തെ കുട്ടികൾക്ക് വല്ലാത്ത ധൈര്യമാണ്. അവന്റെ മുമ്പിൽ മരണം പറഞ്ഞിട്ടോ, ഖബറ് പറഞ്ഞിട്ടോ, പരലോകം പറഞ്ഞിട്ടോ, മസ്സറിയെ കുറിച്ച് പറഞ്ഞിട്ടോ, നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടോ പറയുന്നവനെ കളിയാക്കുകയാണ്, പള്ളിയിലെ ഖതീബിനെ പരിഹസിക്കുകയാണ്, ഉസ്താദിന്റെ മുമ്പിലൂടെ മുണ്ടും മടക്കി കുത്തി നടക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? എന്തുകൊണ്ടാണ് നന്നാകാത്തത്? ഉമ്മയെ കൊല്ലുന്ന മക്കള്, ഉമ്മയെ കൊല്ലുന്ന മക്കള് പടച്ചവനെ എന്ന് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കള്ളും കഞ്ചാവും മയക്കുമരുന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തേ അതിന്റെ കാരണമെന്നറിയുമോ? നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം അല്ലാഹ് പറയുകയാ. എത്ര വഴുത് കേട്ടിട്ടും നന്നാകുന്നില്ല, എത്ര ഉപദേശം കേട്ടിട്ടും നന്നാകുന്നില്ല. ഉമ്മ ചോദിക്കുന്നു, ഇവൻ എന്തേ ഇങ്ങനെയായി പോയത്? എന്റെ മോളെന്തേ ഇങ്ങനെയായി പോയത്? പാപ്പ പ്രായമായിട്ടും നന്നാകുന്നില്ലല്ലോ. അതിന്റെ കാരണം ഞാനല്ല പറയുന്നത്, അല്ലാഹുവാ. നിനക്കറിയണോ ചെറുപ്പക്കാരാ, അറിയണോ ഉമ്മ? നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം നിനക്കറിയണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുകിറ ബിആയാതി റബ്ബി സുമ്മ അറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. കേൾക്കണേ ചെറുപ്പക്കാരാ, മോനെ,
നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം ഞാനല്ല പറയുന്നത്, അല്ലാഹുവാ പറയുന്നത്. നീ ഖുർആനിനെ ബഹുമാനിക്കാറുണ്ടോ? നീ ഖുർആനിനെ ആദരിക്കാറുണ്ടോ? ഖുർആനിനെ പരിഗണിക്കാറുണ്ടോ? നീ അതിനെ പരിഹസിക്കുകയല്ലേ, അതിനെ നിസാരമാക്കുകയല്ലേ? മരിച്ച വീട്ടിൽ ഓതാനുള്ള ഗ്രന്ഥമായി ഖുർആൻ മാറിയല്ലോ. അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്ന ഒറ്റ ഒരെണ്ണത്തിനെയും അല്ലാഹു വെറുതെ വിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ല വിടൂലടോ, അല്ല വിടൂലടോ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൈന തദ്ഉഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. നിന്നെ വേണ്ടടാ അല്ലാഹ്, നിന്നെ വേണ്ട പെങ്ങളെ, ഉമ്മമാരെ, അല്ലാഹുവിന് നിന്നെ ആവശ്യമില്ല. വൈൻ തദ്ഉഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഒരു കാലത്തും നീ നന്നാകില്ല, ഒരു കാലത്തും നീ നന്നാകില്ല. അല്ലാഹുവിന് നിന്നെ ആവശ്യമില്ല. എഴുതി തള്ളുമടാ ചെറുപ്പക്കാരാ, എഴുതി തള്ളും മക്കളെ. വേണ്ടാന്ന് പറഞ്ഞ് അല്ലാഹു നിന്നെ എഴുതി തള്ളുകയാണ്. പിന്നെ ഒരു കാലത്തും നിന്റെ ഹൃദയത്തിൽ ഈമാൻ കേറൂല, ഹിദായത്ത് കേറൂല, ഈമാനിന്റെ വെളിച്ചം കേറൂല. നെഞ്ചുപൊട്ടിയിട്ട് കരഞ്ഞു പറഞ്ഞാലും അവര് നന്നാകില്ല. എന്തേ അതിന്റെ കാരണം? موسى لقومه يا قوم لم تؤذونني وقد تعلمون عني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين. ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. ഇന്നത്തെ യുവതലമുറയെ നിന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. നിന്റെ ഹൃദയം അല്ലാഹു സീല് വെച്ചിരിക്കുകയാ. കേറൂലടാ ചെറുപ്പക്കാരാ. വാപ്പാ കേറാത്തതിന്റെ കാരണം അല്ലാഹു അടച്ച സീല് വെച്ചിരിക്കുകയാണ്. നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് വഴുത കേൾക്കാമെന്നവരോട് പറയുകയാണ്, നിന്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ഇന്ന് അവസരം കിട്ടിയത്. അതാ ചെറുപ്പക്കാരാ, അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങു മക്കളെ. ദുസ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കു മക്കളെ. ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് നടക്കല്ലേ. എത്രയോ എത്രയോ മോശമായ ജീവിതം നയിച്ചവര് നന്നായടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് ചോദിക്കട്ടെ, മോനെ എന്തേ ജീവിതത്തിൽ മാറ്റം വരാത്തത്? മോനെ, 60 വയസ്സുള്ള വാപ്പ ചെയ്യാത്ത പാപം മുഴുവനും 30 വയസ്സിന്റെ ഇടയിൽ ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. വാപ്പ ഇതുവരെ കള്ളു കുടിച്ചിട്ടില്ല, വാപ്പ ഒരു വീടി പോലും വലിക്കാത്ത മനുഷ്യനാ. 30 വയസ്സുള്ള നീ നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, നീ എത്ര കുടിച്ചടാ, നീ എത്ര വലിച്ചടാ? പെങ്ങളെ, പ്ലസ് 1-നും പ്ലസ് 2-ലും പഠിക്കുന്ന പെൺകുട്ടികളോട്, ഈ നാട്ടിലെ ചെറുപ്പക്കാരികളോട് ചോദിക്കട്ടെ, വീടിന്റെ അകത്ത് ജീവിക്കുന്ന 50 വയസ്സുള്ള നിന്റെ ഉമ്മാടെ ശരീരത്തിൽ നിന്റെ വാപ്പയല്ലാതെ വേറെ ഒരു മനുഷ്യനും ഇതുവരെ അറിഞ്ഞുകൊണ്ട് തൊട്ടിട്ടില്ല. ആ ഉമ്മാടെ മകളായി ജീവിക്കുന്ന പെങ്ങളെ, നെഞ്ചത്ത് കൈവച്ചിട്ട് മനസാക്ഷിയോട് ചോദിക്കുമോളെ, നിനക്ക് പറയാൻ ധൈര്യമുണ്ടോ? ആ ഉമ്മാനെ പോലെ പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്ന സഹോദരാ, നന്നാകാൻ പറ്റുമടാ മോനെ, നന്നാകാൻ പറ്റും മോനെ. നിന്നെ എഴുതി തള്ളിയതല്ല, നിന്നെ എഴുതി തള്ളിയതല്ല. പടച്ചവനെ, എത്രയെത്രയോ മോശമായ ജീവിതം നയിച്ചവര് നന്നായല്ലോ. എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുലൈല്. ഫുലൈലിന്റെ ഏറ്റവും വലിയ ഹോബി പെണ്ണുങ്ങളോട് വല്ലാത്ത ഇഷ്ടമാ. ഒരു പെണ്ണിനെ ആഗ്രഹിച്ചാൽ എങ്ങനെയും അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്നവനാണ്. ഫുലൈലിന്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടുകാര് പറഞ്ഞ, ഫുലൈലേ, നീ ഏത് പെണ്ണിനെയും വളയ്ക്കുമല്ലോ, ഏത് പെണ്ണിനെയും
നീ കീഴ്പ്പെടുത്തുമല്ലോ. എന്നാ ഞങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയ ഒരു പെണ്ണുണ്ട്. ഞങ്ങളൊരു പെണ്ണിന്റെ പുറകെ നടന്നു പരാജയപ്പെട്ടതാണ്. അവളെ ഞങ്ങൾ കാണിച്ചു തരാ. നിനക്ക് പറ്റുമോ അവളെയൊന്ന് പരാജയപ്പെടുത്താൻ? എങ്കിലും ഞങ്ങൾ സമ്മതിച്ചു തരാ. ഫുളൈലിനൊരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഫുളൈൽ ആ പെണ്ണിന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നെ എനിക്ക് വേണമെന്ന് പറയുമ്പോ ആ പെണ്ണ് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. ആ പെണ്ണതിന്റെ കാര്യം നോക്കി നടക്കുകയാണ്. ഫുളൈല് പുറകെ നടന്നു. എത്ര പറഞ്ഞിട്ടും അവള് പരിഗണിക്കാതെ വന്നപ്പോ ഫുളൈലിന് നാണക്കേടായി. പെണ്ണിനെ എങ്ങനെയും കീഴ്പ്പെടുത്തണമെന്നുള്ള വാശിയായി. അവസാനം ആരുമില്ലാത്ത സമയം നോക്കി ആ പെണ്ണിന്റെ വീട്ടിലേക്ക് കിടക്കുകയാണ്. ആ പെണ്ണിനെ റേപ്പ് ചെയ്യാൻ, ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ ആരുമില്ലാത്ത സമയത്ത് വീടിന്റെ വാതിൽ തുറന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. ഫുളൈല് പറഞ്ഞു, പെണ്ണേ, എനിക്ക് നിന്നോട് വല്ലാത്ത ആഗ്രഹമാണ്, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരണം. ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും ഞാൻ സാധിപ്പിച്ചു തരൂല, ഒരിക്കലും സമ്മതിക്കൂല. അവസാനം ഫുളൈല പെണ്ണിന്റെ ശരീരത്ത് കയറി പിടിച്ചു. വല്ലാത്ത ആരോഗ്യവാനാണ്. ആ പെണ്ണിനെ കീഴ്പ്പെടുത്തി, ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ, ആ പെണ്ണിനെ റേപ്പ് ചെയ്യാൻ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തയ്യാറെടുക്കുകയാണ്. പെണ്ണ് ഒരുപാട് കരയുന്നുണ്ട്, കൈകാലുകൾ ഇട്ടടിക്കുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഫുളൈലൊന്നും കേൾക്കാതെ ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ തയ്യാറാകുമ്പോ ആ പെണ്ണ് പെട്ടെന്നങ്ങ് നിലവിളി നിർത്തുകയാ. പെണ്ണിന്റെ നിലവിളി നിർത്തി, കൈകാലുകളിട്ടടിക്കുന്ന സ്വഭാവം നിർത്തി. പെണ്ണ് നിശബ്ദയായിരിക്കുകയാണ്. ഫുളൈല് ചോദിക്കുന്നു, പെണ്ണേ, എന്തേ നിലവിളി നിർത്തിയത്? നിനക്കെന്നെ ഇഷ്ടമാണോ? സമ്മതിച്ചതാണോ? നിന്നുമായി ശാരീരികമായി ബന്ധപ്പെടാൻ നീ അനുവാദം തന്നതാണോ? ഫുളൈൽ ഇബ്നു ഇയാദ് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ വഅദ് കേൾക്കാമെന്ന പെങ്ങളെ, നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ വികാര വിചാരമുള്ള ആ ചെറുപ്പക്കാരിയായ പെണ്ണിങ്ങനെ കരയുകയാ. ഫുളൈലിന്റെ മുഖത്ത് നോക്കിയിട്ട് കരയുകയാ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആ സമയത്ത് ആ പെണ്ണ് ചോദിച്ച മറുപടി എന്തെന്നറിയുവോ? ഫുളൈലേ, അല്ലാഹ് ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ ഫുളൈലേ? അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു പ്രായം ചെന്ന ഉമ്മ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? ഓതിയതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. കേൾക്കാമെന്ന എന്നോടും നിങ്ങളോട് പറയുന്ന എന്നോട് കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് അതേ ഒരായത്താ. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ കൊള്ളേണ്ട ആയത്താണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ തറയ്ക്കേണ്ട ആയത്താ. അല്ലാഹ് ചോദിക്കുകയാ, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സമയമായില്ലേ? നന്നാകാ സമയമായില്ലേ? ആസ്വദിച്ചില്ലേ വാപ്പാ? ഒരുപാട് സുഖിച്ചില്ലേ വാപ്പാ? പ്രായമായിട്ട് പോലും തെറ്റുകൾക്കൊരു കുറവുമില്ലല്ലോ. ഉമ്മമാരെ, സഹോദരിമാരെ, 25 വയസ്സിന്റെ ഇടയിൽ ആസ്വദിച്ച പെങ്ങള് ഉമ്മാനെ വഞ്ചിച്ചില്ലേ? വാപ്പാനെ പറ്റിച്ചില്ലേ? ഭർത്താവിനെ വഞ്ചിച്ചില്ലേ? മോനെ, വീടിന്റെ അകത്ത്
സമയത്ത് നിനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവള് കണ്ട ഒരു തൊലിവെളുപ്പുള്ളവരെ കണ്ടപ്പോ മറന്നില്ലേ ചെറുപ്പക്കാരാ? നിർത്താറായില്ലേ മക്കള്? നിർത്താറായില്ലേ മക്കള്? എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണെന്നറിയില്ല. പടച്ചവനെ, എത്ര പെട്ടെന്ന് ഇടിച്ചി പോലെ മരണം കടന്നു വരുമടോ, ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല. പടച്ചവനെ, എന്റെ ഒരു പ്രിയ സുഹൃത്ത് 2 ദിവസം മുമ്പാണ്, അല്ലാഹുവേ, ഭാര്യ ബാത്റൂമിന്റെ അകത്ത് വീണിട്ടാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ബാത്റൂമിന്റെ അകത്ത് വീണപ്പ തലയടിച്ചിട്ടാ പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ടു. 2 മക്കളുമായ ആ പാവപ്പെട്ട സഹോദരൻ ഇങ്ങനെ ജീവിക്കുകയാണ്. 2 ദിവസം 3 ദിവസം കഴിഞ്ഞു. പടച്ചവനെ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഒരു നെഞ്ചുവേദന വന്നു. ചെറുപ്പക്കാരാ, അല്ലാഹുവേ, തന്റെ മകനെയും തന്റെ മകളെയും പടച്ചവനെ, ആ 2 പേരുമില്ലടോ. ഉപ്പയും പോയി, ഉമ്മയും പോയി. പടച്ചവനെ, 2 മക്കളും വല്ലാത്ത സങ്കടത്തിലാണ്. റബ്ബേ, കൂടപ്പറപ്പ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ജ്യേഷ്ഠൻ കിടന്ന് കരച്ചലാണ്. അല്ലാഹുവേ, സ്വർഗം കൊടുക്കണേ തമ്പുരാന്, സമാധാനം കൊടുക്കണേ തമ്പുരാന്. എത്ര പെട്ടെന്നാണ് മരണം ഇങ്ങനെ വരുന്നതെന്നറിയുമോ? എന്തെല്ലാം രോഗങ്ങളാടാ ചെറുപ്പക്കാരാ. എവിടെ ചെന്നാലും, ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ചെന്നപ്പോഴും ക്യാൻസറിനെ കുറിച്ചാ പറയുന്നത്. എവിടെ ചെല്ലുമ്പോഴും ക്യാൻസറും ട്യൂമറും മാരകമായ രോഗങ്ങൾ പനി പടരുന്നത് പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, സർവ്വതും തകർന്നു പോകുമടാ. എത്ര കോടിക്കണക്കിന് ആസ്തിയുള്ളവനാണെങ്കിലും ഒരു നിമിഷം മതിയടാ. ഇന്നലെ എന്റെ വീടിന്റെ പരിസരത്താണ് 23 വയസ്സുള്ള 2 ചെറുപ്പക്കാര് കാറുമായിട്ട് പാഞ്ഞു പോകുമ്പോ, റബ്ബേ, ഒറ്റ നിമിഷം കൊണ്ട് 2 കുടുംബങ്ങളുടെ പ്രതീക്ഷ മുഴുവനും തകർന്നു പോവുകയാ. സ്വപ്നങ്ങൾ മുഴുവനും തകരുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴെവിടെ വെച്ചാണ് മരണം നമ്മളെ തേടി വരുന്നതെന്നറിയില്ല. ഒന്നിനും സമയം കിട്ടില്ല ചെറുപ്പക്കാരാ, ഒന്നിനും സമയം കിട്ടില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നന്നാകണം മക്കള്, ജീവിതത്തിൽ മാറ്റം വരണം മക്കള്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവസരം എപ്പോഴും കിട്ടണമെന്നില്ല, എപ്പോഴും അവസരം കിട്ടണമെന്നില്ല. അല്ലാഹു തരുമ്പഴേ തരൂ. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്ത്. അല്ലാഹുവേ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ നല്ല മരണം തരണേ അല്ലാ.